തിരുവനന്തപുരത്ത് വന്നിട്ട് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് തിരുവനന്തപുരം സൂ. അപ്പോൾ സൂ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം സൂവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഏകദേശം 11 മണിയോട് കൂടിയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ തിരുവനന്തപുരം സൂവിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഞായറാഴ്ച ദിവസമാണ്, 11:30 ടൈമാണ്, നല്ല തിരക്കാണ് കേട്ടോ. പക്ഷേ ടിക്കറ്റ് കൗണ്ടർ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഇവിടെ വന്ന് മൃഗശാല കാണാൻ. അതുപോലെ തന്നെ ബിഗ് കാറും സ്മോൾ കാറും ഉണ്ട്, മറ്റേ ഇലക്ട്രിക്കൽ കാറുകളിൽ. അതിന് 500 900 രൂപയാണ് റേറ്റ് വരുന്നത്. കുപ്പി കൊണ്ടുപോകണമെങ്കിൽ 20 രൂപ കൊടുക്കുക, റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും തിരിച്ച് കുപ്പി കൊണ്ടുവരുമ്പോൾ കേട്ടോ. 40 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിച്ചു. 11:30 സമയമാണെങ്കിലും ഉള്ളിൽ നല്ല കാടിൻ്റെ പ്രതീതിയുള്ള കാരണം നല്ല തണുപ്പായിരുന്നു. നമ്മുടെ സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന നമ്മുടെ കാട്ടുപോത്ത്, അതിനെ നമുക്ക് ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അത് ഒരു 3-4 ഉണ്ട്. ഉള്ളിൽ വേറെ കാട്ടുപോത്തുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സിംഹവാലൻ കുരങ്ങുണ്ട്. നമ്മുടെ ട്രോളിലൊക്കെ വന്നിട്ടുള്ള, അതായത് സിംഹവാലൻ കുരങ്ങില്ലേ, ചാടിപ്പോകുന്ന ആ ഒരു കുരങ്ങനാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇവനല്ല, ഇവൻ്റെ കൂട്ടുകാർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കുരങ്ങന്മാർക്ക് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ചാടിപ്പോകാൻ സാധിക്കും കേട്ടോ. മറ്റു സൂവിനെ അപേക്ഷിച്ച് തിരുവനന്തപുരം സൂവിൽ നമുക്ക് വന്നവർക്കറിയാൻ പറ്റും, മൃഗങ്ങളെ തൊട്ടടുത്ത് കാണാൻ സാധിക്കും. കൂടുകളില്ല. അപ്പോൾ അടുത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് വേറെ തന്നെയാണ് കേട്ടോ. അതുപോലെ ഇങ്ങനത്തെ നമ്മുടെ ഇലക്ട്രിക്കൽ വണ്ടികളുണ്ട്. ആ വണ്ടികളിൽ നിങ്ങൾക്ക് പോവാം. ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് നമുക്ക് നടന്നു പോകുന്നതായിരിക്കും. കാരണം വെയിലും കാര്യങ്ങളൊന്നുമില്ല, പതുക്കെ വെള്ളമൊക്കെ കുടിച്ച് നടന്നു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് മുമ്പ് നമ്മുടെ ബംഗാൾ കുരങ്ങനില്ലേ, സാധാ നാടൻ കുരങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് യമു പക്ഷി പോലത്തെ ഒരു പക്ഷീനെ കാണാം. അതിൻ്റെ പേര് റിയ എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പേര് എങ്ങനെയാണോന്ന് എനിക്കറിയില്ല. കാട്ടുകോഴി എന്നുള്ള ഇതുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ പക്ഷികളുടെ കൂടാണ്. പക്ഷികളുടെ കൂട് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാട്ടെ. കാരണം ഒരുപാട് പക്ഷിക്കൂട്ടങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അന്റാർട്ടിക്കയിൽ ഒഴികെയുള്ള ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന നമ്മുടെ വെള്ളിമുങ്ങയില്ലേ, അതിനെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ആ വെള്ളിമുങ്ങ മുകളിലായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. മൃഗശാലയിൽ വരുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെ എനിക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മരങ്ങളാണ്. എല്ലാ മരങ്ങളുടെയും താഴത്ത് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അത്രയും വർഷങ്ങളായിട്ട് നിൽക്കുന്ന മരങ്ങളാണ് കേട്ടോ. അതും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. പിന്നെ മുന്നോട്ട് വലിയൊരു കൂട് കാണാം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ഹിമാലയൻ കഴുകനെയൊക്കെ നമുക്ക് ശരിക്കും നേരിട്ട് കാണാം കേട്ടോ. പല വലിപ്പത്തിലുള്ള കഴുകനെ കാണാം. മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്രയും വലിപ്പമുള്ള ഒരു പക്ഷിയാണ് ഇതെന്ന് നമുക്ക് പറയാൻ തന്നെ പേടിയാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. കാരണം അത്രയും വലിപ്പമുള്ള ഒരു കഴുകനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഹിമാലയങ്ങളിൽ കണ്ടുവരുന്ന ഈ ഒരു കഴുകനെ നിങ്ങൾക്ക് തൊട്ടടുത്ത് തിരുവനന്തപുരം മൃഗശാലയിൽ കാണാം. ഒരെണ്ണം തിരിഞ്ഞിരിക്കുന്നുണ്ട്, ഒരെണ്ണം മുകളിലും ഇരിക്കുന്നുണ്ട്. അത് കാണാനാണ് ആൾക്കാർ കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ കൂടാണ്. അപ്പോൾ ഇവരെ അടുത്തുനിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ടിവിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അല്ലാതെ തന്നെ നമുക്ക് തൊട്ടടുത്ത് കഴുകനെ കാണുമ്പോൾ തന്നെ കണ്ട അത്രയും വലുപ്പത്തിലാണ് ഈ ഒരു കഴുകൻ എന്നൊക്കെ ഉള്ളത്. നമുക്ക് മൃഗശാലയിൽ വന്ന് നമുക്ക് ഇതിനെ കാണാനും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊക്കെ സാധിക്കും കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ മീൻ മുതലേ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കാണപ്പെടുന്ന മീൻ മുതലാണ് ഈ കിടക്കുന്നത്. അവർ ഒരാവശ്യമില്ലാണ്ട് വെറുതെ വെള്ളത്തിൽ നിന്ന് കയറി ഇങ്ങോട്ട് കിടക്കുന്ന അവസ്ഥയാണ്. പക്ഷെ പിന്നിൽ ഒരാൾ വരണ കണ്ട മൊത്തം 3 മീൻ മുതലുകൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വിചാരിച്ചത് കയറി വരുന്നു, പക്ഷെ അത് വന്നില്ല. അത് അവിടെ തന്നെ കിടന്ന് നീരാടുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു അനക്കില്ലാണ്ട് കിടക്കുന്നത്. അതൊക്കെ നല്ല നല്ല ക്ലോസിൽ നമുക്ക് തിരുവനന്തപുരം മൃഗശാലയിൽ കാണാൻ സാധിക്കും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ചെറിയ ആമകളെയൊക്കെ കാണാൻ സാധിക്കും. ആമകളൊക്കെ നമ്മൾ സ്ഥിരം കാണുകയാണെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു വെറൈറ്റി തോന്നും. പിന്നെ എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പക്ഷികളുടെ കൂട്ടം. നീലക്കോഴി, വർണ്ണക്കൊക്ക്, വെള്ളത്തൊപ്പി, താറാവ്, അങ്ങനെ ഒരുപാട് ഒരു വലിയ തടാകത്തിൽ ഇതിനെല്ലാം ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്കധികം പക്ഷികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പല വലിപ്പത്തിലുള്ള കൊക്കുകൾ, വെറൈറ്റി കൊക്കുകൾ, പല കളറിൽ നമുക്കിവിടെ കാണാം. ഫോട്ടോസൊക്കെ എടുക്കാട്ടെ. നല്ല ഡിജിറ്റൽ ക്യാമറയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാം. പക്ഷേ ഡിജിറ്റൽ ക്യാമറയ്ക്ക് നല്ല റേറ്റാണ് സൂവിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും കാഴ്ചകൾ ഗംഭീരം, അതിമനോഹരം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ടായിട്ട് ഞാനിതിനെ മാർക്കുകയാണ്. കാരണം ഇവിടെ വന്ന് ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. വെറൈറ്റിയിലാണ് വെറൈറ്റി കളറുള്ള കൊക്കുകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു പക്ഷികളുടെ കൂടാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലും
കളർ വ്യത്യാസമുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പല കളറിലും കണ്ട നല്ല ഭംഗിയുള്ള പൂക്കളുടെ കളറിലുള്ള പക്ഷികളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നീർനായ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെമ്പാടും കാണപ്പെടുന്ന നമ്മുടെ നീർനായ, അതിനെ കാണാൻ സാധിക്കട്ടെ. ഒളിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ നമ്മൾ വീഡിയോ എടുക്കണം കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുളിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വന്ന് കുളിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നീർനായക്കുട്ടനെയും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. നീർനായ നമ്മുടെ നാട്ടിലിടയ്ക്ക് പുഴയിലൊക്കെ വരാറുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നീർനായ കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പന്നിക്കരടി, അതായത് തേൻ കരടി എന്നൊക്കെ പറഞ്ഞാൽ കരടിയുടെ അടുത്തേക്കാണ്. കരടിക്ക് തീരെ വയ്യ, കാരണം വയസ്സായി, നല്ല വയസ്സായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്നാലും കാണുമ്പോൾ ഒരു രസമുണ്ട്. അതിങ്ങനെ ഏറെ തേടി ഇങ്ങനെ നടക്കുകയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കരടീനും കിടക്കുന്നുണ്ട്. ആ കരടിക്ക് നമുക്ക് നമ്മുടെ നല്ല ചൂടല്ലേ, അപ്പോൾ ആ ചൂടത്ത് നമ്മുടെ വെള്ളം, പൈപ്പ് വഴി വെള്ളം ഒഴിച്ച് മഴ പെയ്യുന്ന ഒരു പ്രതീതി അവിടെ രൂപപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ കൂട്ടിലത് കാണാനില്ല, അപ്പുറത്തെ കൂട്ടിലതുണ്ട്. എനിക്ക് ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാ ഈ കൂടിൻ്റെ മുകളിൽ കണ്ട ശരിക്ക് വെള്ളം മഴ പെയ്യുന്ന പോലെ ഇല്ല. അത് മിക്ക കൂടുകളിലും ഉണ്ട് കേട്ടോ ഇപ്പോൾ ചൂടായ കാരണം. അതെന്തായാലും നല്ല സംഭവമായി, മൃഗങ്ങൾക്കൊരു ആശ്വാസം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ അത് ഫുഡ് കഴിക്കുന്നുണ്ട്, കൂടെ കാക്കയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് തൊട്ടടുത്ത് തിരുവനന്തപുരം മൃഗശാലയിൽ കാണാൻ സാധിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർ പ്ലാൻ ചെയ്ത് വരിക, മൃഗശാല മിസ് ചെയ്യരുത്. കാരണം അതിഗംഭീരമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ മ്യൂസിയവും മൃഗശാലയും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അത് രണ്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ആ കരടിക്കുട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കുകയാണ്, മഴയൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരുടെ ആവാസ വ്യവസ്ഥ ഇവിടെ നല്ല രീതിയിൽ തന്നെ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തണുപ്പുള്ള ഒരു അവസ്ഥ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂടുള്ള അവസ്ഥയിൽ ഇങ്ങനെ മഴ പെയ്യിപ്പിക്കുന്നത് എന്തായാലും നല്ലത് തന്നെയാണ് കേട്ടോ. അങ്ങനെ കരടിക്കുട്ടൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം കാട്ടിലെ രാജാവിനെ കാണാനാണ്. രാജാവ് ഉറക്കത്തിലായിരുന്നു. എല്ലാവരും ഇങ്ങനെ നടന്ന് വിളിക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹം നോക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കത്തിലായിരുന്നു. നല്ല അടിപൊളി ഒരു സിംഹക്കുട്ടനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നല്ലൊരു ഡിസ്റ്റൻസിൽ തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെ തിരുവനന്തപുരം മൃഗശാലയിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ കേട്ടോ. പണ്ട് പോലെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ സംഭവം തന്നെയാണ്. പിന്നെ നമ്മുടെ എല്ലാ മൃഗശാലയും കാണുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ നമ്മുടെ ഓസ്ട്രേലിയൻ കാണപ്പെടുന്ന യമുക്കുട്ടനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു 3-4 ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ കെയർ ടേക്കർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ചേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ പരിപാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വന്തം നീർക്കുതിര, അതായത് ഹിപ്പോപ്പൊട്ടാമസിനെ നമുക്ക് കാണാൻ സാധിക്കും. 3 ഹിപ്പോപ്പൊട്ടാമസാണ് ഇപ്പോൾ ഉള്ളത്. അത് 3 എണ്ണം അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ നല്ല ചൂടല്ലേ, അപ്പോൾ എന്തായാലും ആ വെള്ളത്തിൽ കിടന്ന് നീരാടിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ എന്തായാലും അതും ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാണാൻ പോയത് ഒറ്റക്കൊമ്പനായിട്ടുള്ള നമ്മുടെ കാണ്ടാമൃഗത്തിനെയാണ്. കാണ്ടാമൃഗം എന്താ അവിടെ ചെളി വെള്ളത്തിൽ ജസ്റ്റ് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റി. പിന്നെ നമ്മുടെ മ്ലാവുകളെ നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. മാനുകളും മ്ലാവുകളും ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അത് ഒരെണ്ണമൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ല എണ്ണത്തിൽ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. പിന്നെ കാണാമെന്ന് വെച്ചാൽ കൃഷ്ണമൃഗം, അതിനെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വെള്ള കളറിലുള്ള മാനുകളെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിച്ചു. അതിനൊരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. വെള്ള കളറുള്ള കൃഷ്ണമൃഗം എന്നാണ് അതിൻ്റെ പേര് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അതും അടുത്ത് തന്നെ കാണാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ കാട്ടിയെന്ന് അറിയപ്പെടുന്ന നമ്മുടെ കാണ്ടാമൃഗത്തിനെ തൊട്ടടുത്ത്, നമ്മുടെ കാട്ടുപോത്തിനെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിച്ചു കേട്ടോ. കാരണം നല്ല ജിമ്മനായിട്ടാണ് രണ്ട് കാട്ടുപോത്ത് ഇവിടെ നിന്നത്. അത് അടുത്ത് തന്നെ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ നമ്മുടെ കാണാറുള്ള പന്നിമാനെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാടെണ്ണം കേട്ടോ. നമ്മൾ 1-2 ഒന്നല്ല, ഒന്നിലധികം പന്നിമാനുകളെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സാധാ പുള്ളിമാനുകളും ഒരുപാട് കൂട്ടിലുണ്ടായിരുന്നുണ്ട്. അതിനെ നമുക്ക് നമ്മളെ കയ്യെത്താ അകലത്തിൽ തന്നെയാണ് ഈ മാനുകൾ നിൽക്കുന്നത്. അതും വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് വേറൊരു നല്ല ഭംഗിയുള്ള, അതിൻ്റെ പേരെന്ന് പറയുന്നത് ബരാസിംഗ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മാനിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചേട്ടാ. അപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മാനുകളെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നേരെ ഇനി സിംഹത്തിൻ്റെ മടയിലേക്ക് പോവാം. സിംഹവും പുലിയൊക്കെ ഉറങ്ങുന്ന ആ ഒരു ഏരിയയാണ് ഇനി അടുത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണത്. ഇതിപ്പോൾ ഒരു പുലിക്കുട്ടിയുടെ മടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അവനെ നമുക്ക് തൊട്ടടുത്ത്
നമ്മൾക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു പുലിക്കുട്ടൻ കിടക്കുന്നത്. അത് നല്ല ഉഷാറാണ് കേട്ടോ, കാരണം ആൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ഉഷാറിലാണ്. അതുപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ വെള്ളം മുകളിൽ നിന്ന് വീണ്ടും, അപ്പോൾ ചൂടിൻ്റെ പ്രശ്നം ഇവർക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തായാലും മൃഗശാല അധികൃതർ ചെയ്തത് എന്തായാലും നല്ല അടിപൊളി സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബംഗാൾ കടുവ കിടക്കുന്നുണ്ട്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന നമ്മുടെ ബംഗാൾ കടുവ. പക്ഷേ അദ്ദേഹത്തിന് ഡേഞ്ചറാണ്, കാരണം അദ്ദേഹത്തിന് തീറ്റ കൊടുക്കുന്ന ആളോട് തന്നെ നല്ല ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. പക്ഷെ നല്ല രീതിയിൽ വാലാട്ടുന്നുണ്ട്, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായി, നല്ല കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവരൊക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ഫീമെയിലായിട്ടുള്ളൊരു സിംഹത്തിനെ നമുക്ക് തൊട്ടപ്പുറത്ത് കാണാൻ സാധിച്ചു. അത് നല്ല മയക്കത്തിലാണ്, എന്താ സംഭവം എന്നറിയില്ല, വിശന്ന് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുള്ള ഉറക്കത്തിലാണോ എന്നൊന്നും അറിയില്ല. അതൊക്കെ ശരിക്കും ഈ ഇടുങ്ങിയ കൂടുതലാണ് അവരെയൊക്കെ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വിഷമം ഇവർക്ക് എന്തായാലും ഉണ്ടാവും. ഇതെനിക്ക് മനസ്സിലായിട്ടില്ല, ഇതിൻ്റെ പേര് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ, കാരണം ഇതെന്താ ഇതെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല, പേരോടെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനെയും കണ്ടു. അതുപോലെ വലിയൊരു കടുവ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്, അതും മയക്കത്തിലാണ്. അതും ഇതുപോലത്തെ ചെറിയ കൂടുകളിലാണ്. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ആ ഒരു മൈ ഡിയർ കരടി എന്ന സിനിമയുടെ ആ രംഗങ്ങൾ ചിത്രീകരിച്ച സെയിം സ്ഥലം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു കടുവ കിടക്കുന്നത്, അവൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എന്തായാലും അതും കണ്ടു. മറ്റൊരു സ്ഥലത്ത് വന്നപ്പോൾ നമ്മൾ തീറ്റ ഇട്ടിരിക്കുന്നത് കണ്ടു, പക്ഷെ ആളെ കാണാനില്ല. പിന്നെ അടിയിൽ തപ്പി നോക്കിയപ്പോഴാണ് നമ്മുടെ ഒരു വെള്ളക്കടുവ നമുക്ക് കാണാൻ സാധിച്ചത്. അതിങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ തീറ്റ എടുത്തിട്ടില്ല, അതിങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരുവനന്തപുരം വിസിറ്റ് ചെയ്യണവർ എന്തായാലും മൃഗശാല മിസ് ചെയ്യരുത്. എല്ലാവരും ടിക്കറ്റ് എടുത്ത് മൃഗശാലയ്ക്ക് കയറാം. 40 രൂപ ടിക്കറ്റ് റേറ്റ് വരുന്നത്, 40 രൂപ നമുക്ക് വെറുത്താണ്, കാരണം അതിനുള്ള കാഴ്ചകൾ മൃഗശാലയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി കുറച്ചും കൂടെ കാണാനുണ്ട്, വീഡിയോ പകർത്താൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ, അങ്ങോട്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു കലക്കൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.